Hello all, welcome to my channel. അപ്പോൾ ഞാൻ ഇന്നൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പകുതി വെച്ചിട്ടാണ് ഞാൻ ആലോചിച്ചത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ എത്തിക്കാമെന്നുള്ളത്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ആദ്യത്തെ ചെയ്ത വർക്കുകളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നമുക്ക് പകുതി മുതൽ തുടങ്ങാം. അപ്പോൾ ഞാനിത് ഒരു ഫ്ലവറാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിങ്ങനെ എംബ്രോയ്ഡറി വർക്ക്സും അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഹൂപ്പ്, ഫോട്ടോ വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി ഹൂപ്പ്സ്, അതുപോലെ ഫോട്ടോ ഫ്രെയിംസ്, ബർത്ത്ഡേ ഫ്രെയിംസ്, ബർത്ത് ഫ്രെയിംസ്, ആനിവേഴ്സറി ഫ്രെയിംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജുണ്ട്. ആ പേജിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ആണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അടുത്തൊരു ഫ്ലവർ ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചെയ്തതിന് ശേഷം നമ്മൾ പുറകിലത്തെ നൂലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊരു കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സെക്യൂറായിട്ട് ഇരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ വലിയ വൃത്തികേടുണ്ടാവില്ല. ഓക്കെ, ഇനിയിപ്പോൾ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ വൃത്തികേടുണ്ടാവില്ല. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒരു കെട്ടിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കത്രിക വെച്ചിട്ട് അതിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്, ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. അപ്പം നമുക്കിനി മറ്റൊരു ഫ്ലവർ, ഇതുപോലെ തന്നെ മറ്റൊരു ഫ്ലവർ നമ്മളെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് കാണാം. ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി നൂലിൻ്റെ 2 സ്ട്രിപ്പാണ്. 2 സ്ട്രിപ്പ് നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചെറിയൊരു ഫോക്കസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട്, പെട്ടെന്ന് വീഡിയോ എടുത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മൈൻഡ് ചെയ്യാതിരിക്കുക. നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നമുക്കത് ക്ലിയർ ആക്കാം. പിന്നെ അതിൻ്റെ താഴെ ചെറിയൊരു നോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളിതുപോലെ 3 ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ 3 ലൈൻസും കൂടി ആദ്യം ഒന്ന് നമുക്ക് ത്രെഡ് ചെയ്തെടുക്കണം. മാക്സിമം പുറത്തു നിന്ന് അകത്ത് സെൻറ്ററിലേക്ക് ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ദെൻ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ ലൈൻസ്, അതിൽ 3 ലൈൻസ് ആണല്ലോ, ഓരോ ലൈൻസ് വിട്ടിട്ട് അടുത്ത ലൈൻസിലേക്ക് നമ്മളിങ്ങനെ ത്രെഡ് ഇൻസേർട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ 2 ത്രെഡ് വെച്ചിട്ട് സ്ട്രിപ്സ് ത്രെഡ് വെച്ചിട്ട് ചെയ്തതാണ്. ഇനി ഇതിന് കുറച്ചുകൂടി കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് തന്നെ, അതായത് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം 3 സ്ട്രിപ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 3 സ്ട്രിപ്സ് വെച്ച് ചെയ്യുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി കട്ടിയുള്ളതായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ സെൻറ്ററിൽ കുറച്ച് കട്ടി കുറഞ്ഞിട്ടും അതിൻ്റെ പുറം ഭാഗത്ത് കുറച്ച് കട്ടി കൂടുതലായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ ലൈൻസ് വിട്ട് അടുത്ത ലൈനിലേക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒന്നിടവിട്ട് നമുക്കങ്ങനെ ചെയ്തെടുക്കാം. മറ്റേത് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഫ്ലവറിൽ നമ്മളിപ്പോൾ 3 ലൈൻസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് 5 ലൈൻസ് ഉള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ചെറിയ ഫ്ലവർ ആയതുകൊണ്ടാണ് 3 ലൈൻസ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ ഫ്ലവറാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 5 ലൈൻസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ ഒരു ലൈന് വിട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ദെൻ കുറച്ചുകൂടി
കൂടെ കഴിഞ്ഞിട്ട് 2 ലൈൻസ് വിട്ടിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി നല്ല വൃത്തിയായിട്ട് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അടുത്തത് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു വേറൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രഞ്ച് നോട്ട് ഇടാണ്. നമ്മൾ 5 സ്ട്രിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ത്രെഡ് പുറത്തേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്കൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ആ സെയിം പോയിന്റിൽ തന്നെ താഴേക്ക് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് നോട്ടായി. അങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലവറിന് കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഫ്ലവറിലും ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാണ്. നമ്മളൊരു ഫ്രഞ്ച് നോട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.